അവനു വസ്ത്രത്തനത്താലി വാലയ്യ വാലഹാലി അവന വസ്ത്രത്തനത്താലി മിൻഹുമു ഫീ ഊസർത്തി ബറാനി ലാനിയു മുഖ്തിയുലാനി ലാനി ഇബ്ജാനി മിൻഹുമു ഫീ ഊസർത്തി ബറാനി ലാനിയു മുഖ്തിയുലാനി ലാനി ഇബ്ജാനി വാലയ വാലഹാലി വാലയ വാലഹാലി വാലയ വാലഹാലി ഇങ്ങനെ അവരായിട്ട്. അപ്പൊ അത് അവിടെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും അതിശയാണ്. അവർ അറബിയല്ല പാടുന്നത്, അറബി അറിയുന്ന ആളുമല്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ പാടി നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പിന്നെ വലിയ മെഷീൻ ഗണ്ണൊക്കെ പിടിച്ച പോലീസുകാർ ഇപ്പോൾ പാറ നിന്നവരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുക പാട്ട് കേട്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അപ്പം അവര് വരെയും വരണമെങ്കിൽ അവൻ പാട്ടുകാരനാണെന്ന് തോന്നിയോണ്ടാവുന്നത്. ഈ ഗായകനാകുമ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത്? ഇല്ലെങ്കിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. പിന്നെ തണുപ്പ് മാത്രം ഇല്ല, ഐസ് വാട്ടർ ഇല്ല. ഇല്ല, സാധാ പ്ലെയിൻ വാട്ടർ ആണ് കുടിക്കുന്നത്. അങ്ങനെ അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നിർബന്ധമില്ല. ഇല്ല. പിന്നെ വേറെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത കാരണം വേറെ പിന്നെ ഉള്ള ഒരുപാട് പുളി അല്ലെങ്കിൽ ഒരുപാട് പിന്നെ മധുരം, പിന്നെ വല്ലപ്പോഴും ഐസ്ക്രീമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുകയും ചെയ്യും. പക്ഷെ ഈ ഐസ് കഴിക്കുന്നതിന് ഞാൻ എതിരെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വലിയൊരു ഐസ് കട്ട എടുത്ത് ഇങ്ങനെ ഇപ്പം നമുക്ക് ഈ വിരലിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ഐസ് കട്ട എടുത്ത് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്നു, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ നൂർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ നൂർക്കാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോശങ്ങളെല്ലാം ചുരുങ്ങിപ്പോയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഒരു 10,000 വോക്കൽ കോഡ്സാണ് ഒരു സാധാരണ പാട്ടുകാരനുള്ളതെങ്കിൽ നല്ലൊരു പാട്ടുകാരനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് 30,000 50,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ വോയിസ് മോഡുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് സ്റ്റിഫാവും. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് സ്റ്റിഫാവും. അപ്പോൾ ആ സ്റ്റിഫ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തണുത്തത് അധികം കഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ അലർജിക് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇപ്പം ഞാൻ ഒരു സമയത്ത് എനിക്ക് തൈരും ഒരല്പം ക്യാബേജ് തോരനും തന്നാൽ ഞാൻ സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് പോയിരുന്നു. പക്ഷെ ആ സമയത്ത് എപ്പോഴും ജലദോഷം. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്ത് തൈരൊന്ന് ഒഴിവാക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെ തൈര് ഒഴിവാക്കി നോക്കിയപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഈ തൈരുണ്ടാകുന്ന അങ്ങനെ ഇച്ചിരി പാലിനകത്ത് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് ഒരു ബാക്ടീരിയൽ ഫോർമേഷൻ കൊണ്ടാണ് ആ തൈര് ആവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും തൈര് ചെല്ലുമ്പം അവിടെ ഒരു ബാക്ടീരിയൽ ഫോർമേഷൻ നടന്നിട്ട് നമ്മുടെ ചിലപ്പോൾ കഫമായിരിക്കാം, മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ തൈര് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറയുന്നത്. ഈ കൈ കിട്ടിയ സ്ഥിതിക്ക് ചില ചോദ്യങ്ങളും കൂടെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയധികം കൈ കിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ മനുഷ്യൻ പാട്ടുകാരൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ ആരാ, എന്താ? നല്ലൊരു ഭർത്താവ്, എന്നെ സംബന്ധിച്ച് നല്ല ഭർത്താവ്, എൻ്റെ 3 കുട്ടികളുടെ നല്ലൊരു പിതാവ്, അതാണ് എനിക്ക് പറയാൻ പറ്റൂ. അതാണ്. പിന്നെ പാവങ്ങളും ഞങ്ങൾ ഭയങ്കര ഒരു ഫാമിലി മാനാണ്. ഞങ്ങളില്ലാതെ ഒരിടവും പോവില്ല. അതാണ്. പിന്നെ ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തണുക്കും. പിന്നെ എല്ലാവരോടും മനസ്സലിവുള്ള ഒരാളാണ്. അതാണ് മെയിനായിട്ട്. ആരുടെ ഒരു വിഷമം കേട്ടാൽ ഉടനെ പെട്ടെന്ന് പുള്ളി അതിലേക്ക് അങ്ങ് പോകും. എന്നാ വെച്ചാൽ എനിക്ക് ദേഷ്യമുള്ള ആളല്ല ഞാൻ. കാരണം പുള്ളി ദേഷ്യപ്പെടും, എനിക്ക് അത് കഴിഞ്ഞ് പുള്ളി അതേപടി വരുമെന്ന് എനിക്കറിയാം. അതേപോലെ അതേ തന്നെ നിന്നാൽ അതിന്റെ ആവശ്യമില്ല. പോടാന്നുള്ള രീതിയിൽ നിന്നാൽ പെട്ടെന്ന് തണുത്തു പോകുന്നുള്ളതായിരിക്കും. ഞാൻ കൂളാണ്, എന്റെ നേച്ചർ അതാണ്. അതറിയാം, ഇതൊന്നും ഇല്ലാന്നറിയാം. എലി പോലെ അല്ല, പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞ പോലെ. അതാണ്. ശരിക്കും ഇത് വളച്ചടിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ എലിയാണെന്നാണ് ഞങ്ങൾ അങ്ങനെ തമ്പ് കൊടുക്കട്ടെ.
അങ്ങനെ നിന്നിട്ട് പിന്നെ പുലി ആകും ചിലപ്പോ. അവിടെയാണ് ചുമ്മാ പറയൂ കേട്ടോ. ഞാൻ അങ്ങനെ അത് എനിക്ക് അങ്ങനെ ദേഷ്യമുള്ള ഞാനൊരു കൂളായിട്ട് ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഒത്തുപോകും. ഞാൻ പ്രശ്നമൊന്നുമില്ല. അത് വേറെ സന്തോഷം എടുക്കും. പിള്ളേരൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യാം? പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ തമ്മിലാണല്ലോ കൂടുതൽ സംസാരം. അവരവരുടെ കാര്യം നോക്കി പോണു. അവരവരുടെ ഒരു ലോകത്തിൽ ജീവിക്കുവാണ്. ഇല്ല. കാരണം നമ്മള് ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം ജീവിതം. അപ്പൊ അതനുസരിച്ചാണ് അവരുടെ ജീവിതം ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മൂത്തവന് മെഡിസിൻ പോകണമെന്ന് പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അത് ഓക്കെയാണ്. അപ്പം അത്യാവശ്യം നന്നായിട്ട് നല്ല ഒരു ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ടെക്ചർ പാസ്സായി. അവൻ ആർക്കിടെക്റ്റ് ആവണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതായി. മോള് അഡ്വക്കേറ്റാണ്, അവൾക്ക് ലോ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളായിട്ടില്ല നീ ഇത് പഠിക്കണം, നീ സംഗീതം അങ്ങനെയില്ല. അവർക്ക് ഇഷ്ടമുള്ള ഏതാണ് അവരുടെ ലൈൻ, അത് നന്നാവാനായിട്ട് ശ്രമിക്കാനായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ട്. മൂത്ത രണ്ടുപേരെയും അത്യാവശ്യം ഒരു 5-6 വർഷം പഠിപ്പിച്ചു. മൂത്താളുടെ അരങ്ങേറ്റവും കഴിഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടറിയാം, സംഗീതം അറിയാം, രണ്ടുപേർക്കും അറിയാം. മൂത്ത രണ്ടുപേർക്കും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത്രേ വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഈ ഭക്തിഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഹിന്ദു ഭക്തിഗാനങ്ങളിൽ ശബരിമലയെ കുറിച്ചുള്ള പാട്ടുകൾ ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരുപാട് മകര ജ്യോതി തെളിഞ്ഞിടും പൊന്നമ്പലമേട് കാണുവാൻ. നല്ല രസമുള്ള ഇൻവോൾവ്ഡ് ആവുന്ന പാട്ടുകൾ. അപ്പൊ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നാഥൻ ഞാൻ ഇതുവരെ പാടിച്ചിട്ടില്ല. അത് പാടിയാലും പോകാൻ പറ്റുള്ളൂ. ചുറ്റുമല ആവർത്തിക്കുവാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ചുറ്റുമല എന്ന് പറയുന്ന ഇവിടെ കല്ലട, അവിടെ പോയി ഇതുപോലെ. അപ്പൊ ഈയിടെയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. പിന്നെ അവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഉള്ള വേറൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാട്ട് പാടിയതിന് കേസെടുത്തു. അതേപോലെ ഗാനം പാടി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കേസെടുത്തു. ജോത്സ്നയുടെ പേരിൽ 10:30 മണിക്ക് അപ്പുറം പാടി എന്ന് പറഞ്ഞ് കേസെടുത്തു. അപ്പം എവിടെയും പ്രശ്നങ്ങളാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു 70 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലില്ല, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ആൾക്കാർക്ക് നല്ല പാട്ട് കേട്ടാൽ മാത്രം മതി, അത് നല്ല രീതിയിൽ പാടി കേൾക്കണം എന്ന് മാത്രമുള്ളായിരുന്നു. കാരണം അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ കേൾക്കാൻ വരുന്നതിൽ 90% ആൾക്കാർ ഈ പാട്ട് നല്ലപോലെ അരച്ച് കലക്കി രജനീഷിനെ പോലെ തന്നെ പഠിച്ചു വരുന്നവരാണ്.